ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസമൊക്കെ കയറ്റി വെച്ചായിരുന്ന വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എൻ്റെ സെൽഫ് എടുക്കില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. കാരണം ഇതിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററിയാണ്. 2023 വെച്ചാണ് ബാറ്ററിയാണ്. 2023 വെച്ചാണ് ബാറ്ററിയാണ് ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ ഫുൾ ഡെഡാണ്. അതിൻ്റെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല. അപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ്ങിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ഒരു പഴയ വേറൊരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, സെൽഫ് വർക്കിംഗ് ആണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെൽഫ് വർക്കിംഗ് ആക്കി എടുക്കാം. പിന്നെ വേറെ സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടാവില്ല. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കാം, കാർബേറ്ററിനകത്ത് പെട്രോൾ കിടന്ന് മെൽറ്റായേക്കാണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഡാമേജായി, ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കാർബേറ്റർ ഡാമേജിലേക്ക് പോയിട്ടുണ്ട്. അത് ഈ ഭാഗം നോക്കുമ്പോൾ ഓക്സിഡേഷൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം ദ്രവിച്ചൊരവസ്ഥയിലിരിക്കണം കേട്ടോ. അപ്പോൾ നിലവിലെ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കണം. കാർബേറ്റർ മാറ്റി പുതിയത് വെച്ചാലാണ് നമുക്ക് ഓവർഫ്ലോ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിടാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പറഞ്ഞാൽ ചുരുങ്ങിയത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ 550 രൂപ ചുരുങ്ങിയത് ചിലവ് വരും. കാർബേറ്റർ ക്ലീനർ വരും, സ്ലോ ജെറ്റ് കാര്യങ്ങൾ മാറ്റണം, മെയിൻ ജെറ്റൊക്കെ ക്ലീൻ ചെയ്തിടാം. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. കാരണം 99% നമുക്ക് ഓവർഫ്ലോ വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വന്ന വണ്ടികൾക്ക് കോമൺ ആയിട്ട് വന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗ്യപരീക്ഷണമാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും. പക്ഷേ 99% കംപ്ലയിൻ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. അതായത് ഈ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കണമായിരിക്കും നല്ലത്. ഏകദേശം ഒരു 2000 രൂപ താഴെയാണ് നമുക്ക് അതിന് കാർബേറ്റർ അസംബ്ലിക്ക് വരാം. അപ്പോൾ അത് മാറ്റി വയ്ക്കണമായിരിക്കും ബെറ്റർ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇതുമ്പോൾ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്തു. പ്ലഗ് നമുക്ക് കിടക്കുന്നത് ചെറിയ പ്ലഗ്ഗാണ്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴോ പ്ലഗ് മാറ്റിയിട്ടപ്പോൾ, ഇതിന് ശരിക്കും കുറച്ചുകൂടി നീട്ടമുള്ള പ്ലഗ്ഗാണ് എൻ്റെ. അപ്പോൾ മാറ്റിയിട്ടപ്പോൾ ചെറുത് ഇട്ടേക്കണതാണ്. തൽക്കാലം ഇത് തന്നെ ക്ലീൻ ചെയ്തിടാം. കാരണം ഇപ്പോൾ പുതിയ മറ്റേപാട് പ്ലഗ് ഇടാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ മൊത്തം കാർബൺ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്ലഗ് കയറില്ല. അപ്പോൾ ഈ പ്ലഗ് തന്നെ ക്ലീൻ ചെയ്തിടാനേ പറ്റുള്ളൂ. എയർ ഫിൽറ്റർ ആണെങ്കിലും പുതിയ ഫിൽറ്റർ കിടക്കണേ. അപ്പോൾ കമ്പനി ഫിൽറ്ററാണ് ഈ കിടക്കുന്നത്, പുതിയ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് തുറച്ച് ക്ലീൻ ചെയ്തിടാം, പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റാം. കാർബേറ്റർ അസംബ്ലിയാണ് മെയിൻ കംപ്ലയിൻറ്റ്. കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. പിന്നെ ടാങ്കിനകത്ത് ഈ പെട്രോൾ കിടന്നിട്ട് ടാങ്കും കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇതേപോലെ തന്നെ അതേ മൊത്തം ഒരു പൗഡർ കണക്ക് മൊത്തം പിടിച്ചേക്കാം. അപ്പോൾ ടാങ്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ച് വെള്ളമടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണം. പിന്നെ ഈ പെട്രോൾ ടാപ്പ് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് പെട്രോൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാപ്പ് അസംബ്ലി കൂടി മാറ്റേണ്ടി വരും. അതൊരു അലുമിനിയം മെറ്റീരിയലാണത് കേട്ടോ, ഈ ഫ്യൂൽ കോക്ക് എന്ന് പറയുന്ന സംഭവം. ഈ പെട്രോളിൽ എത്തനോൾ ഉള്ളതുകൊണ്ട് ആ എത്തനോൾ കിടക്കുമ്പോൾ ഈ അലുമിനിയം ബോഡിയായിട്ട് ടച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഐറ്റം കംപ്ലയിൻറ്റ് തന്നെ. ഇപ്പോൾ കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്യൂൽ കോക്കിൻ്റെ കംപ്ലയിൻറ്റ് ബാക്കിയത്തെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് പെട്രോൾ ഒഴിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കണ്ടിന്യൂസ് വരാണെന്നുണ്ടെങ്കിൽ ടാപ്പും പൈപ്പും കൂടി മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് അതന്നെ യൂസ് ചെയ്യാം. ടാപ്പ് അസംബ്ലിക്ക് ഏകദേശം ഒരു 400-450 രൂപ ആയിരിക്കുന്ന സാധനത്തിന് വിലയുണ്ട്. പൈപ്പിന് ഒരു 50-55 രൂപയുള്ളൂ. കാർബേറ്റർ അസംബ്ലിക്ക് ഏകദേശം ഒരു 2000 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ബാറ്ററി 1300 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ബാറ്ററി, കാർബേറ്റർ അസംബ്ലി, ടാങ്ക് ക്ലീനിങ്, ഫ്യൂൽ ടാപ്പ്, ഫ്യൂലിൻ്റെ പൈപ്പ്, അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ പുതിയ കാർബേറ്റർ അസംബ്ലി വെച്ചു എന്ന് കരുതാം. പുതിയ കാർബേറ്റർ അസംബ്ലി നമ്മളെടുത്ത് വെച്ചു എന്ന് കരുതാം. പുതിയ കാർബേറ്റർ അസംബ്ലി വെച്ചാലും നമുക്ക് കാർബേറ്റർ അസംബ്ലി പെട്രോളുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റത്തിനും വാറണ്ടി കിട്ടില്ല. ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തു എന്ന് വയ്ക്കാം. തൊട്ടടുത്ത് നിങ്ങൾ വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സാധനം കംപ്ലയിൻറ്റ് വരും. അങ്ങനെ വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു കമ്പനിയും ഇപ്പോൾ വാറണ്ടി കൊടുക്കുന്നില്ല. ഈ സാധനത്തിന് കിട്ടില്ല, പെട്രോളിൻ്റെ ടാപ്പ് ഈ സാധനത്തിന് കിട്ടില്ല, പൈപ്പ് കാര്യങ്ങളൊന്നിനും വാറണ്ടി കിട്ടില്ല. അതറിഞ്ഞിരിക്കുക. അതറിഞ്ഞിട്ട് വേണം നമുക്ക് പെർമിഷൻ തരാനായിട്ട് കേട്ടോ. പുതിയ കാർബേറ്റർ അസംബ്ലിയാണ് വെച്ചേക്കണേ. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അത് കംപ്ലയിൻറ്റ് വന്നു എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്താൽ പോലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹോണ്ട കമ്പനിയിലേക്ക് സംബന്ധിച്ച് കൊടുത്താൽ അവരും ഒന്നും ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്രോളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ്. നേരെ മറിച്ച് നമ്മൾ പുതിയ കാർബേറ്റർ അസംബ്ലി വെച്ചു, നല്ല പ്യുവറായിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരില്ല. അത് 100% ഉറപ്പ്. പക്ഷേ നമുക്ക് നിലവിൽ അങ്ങനത്തെ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനത്തെ പെട്രോൾ ഇന്ന് ഇന്ത്യയിൽ നിലവിൽ കിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള അവസ്ഥ കേട്ടോ. അതും കൂടി അറിഞ്ഞിരിക്കുക. അതേ മുൻകൂട്ടി പറഞ്ഞതിൻ്റെ കേസ് വെച്ചാൽ പുതിയ കാർബേറ്റർ വെക്കണേക്കാൾ മുമ്പ് പറഞ്ഞതിൻ്റെ കേസ് എന്ന് വെച്ചാൽ അത് പിന്നീട് ഇതേപോലെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയണതിൻ്റെ കേസ്. വണ്ടി ഇതേപോലെ ഉപയോഗിക്കാണ്ട് വെച്ചാൽ ഉറപ്പായിട്ട് പുതിയ കാർബേറ്റർ വെച്ചാലും അത് കംപ്ലയിൻറ്റിലേക്ക് പോകും. കംപ്ലയിൻറ്റ് ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വരും. നമുക്ക് ഈ ചിലവ് തന്നെ റിപ്പീറ്റ് വരികയും ചെയ്യും കേട്ടോ. അതറിഞ്ഞിരിക്കുക. ഓക്കെ.
പിന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിലും വീഡിയോയും എസ്റ്റിമേറ്റും അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമ്മളതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ പരമാവധി കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക.